ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇൻസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ നമ്മളിതാ ഉഷാറോടെ വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ പറയുന്നത് മെഗാ പ്രഡിക്ഷനാണ്. നമുക്ക് 72 കൂടുതൽ A+ കിട്ടാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സമ്മറി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്യാം. അതുപോലെ ഗ്രാമർ ഏതൊക്കെ വരുന്നുള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെഗാ പ്രഡിക്ഷനിൽ നമ്മൾ മെയിനായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ വന്നിട്ട് നമുക്ക് പാസേജ് കംപ്രഹെൻഷൻ വരും. അതായത് ഒരു പാസേജ് വന്നിട്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് എഴുതാൻ നമുക്ക് വരും. രണ്ടാമത്തെയോ അൺനോൺ പാസേജ്. അപ്പോൾ നമുക്ക് ഈ പഠിക്കാനുള്ള 5 ചാപ്റ്ററിൽ നിന്ന് തന്നെ വരണമെന്നില്ല, അറിയാത്തൊരു പാസേജ് വന്നിട്ട് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പോം Q&A, അതായത് നമുക്ക് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ള പോയമാണ് ഫ്രണ്ട്സ് റോമൻ കൺട്രിമെൻ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കും ഒരു പോം തന്നിട്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ആൻസർ ചെയ്യാൻ ചോദിക്കുക. ഇവിടെയാണ് ഏത് ടൈപ്പ് ഓഫ് പോയറ്റിക് ഡിവൈസ് ആണ് എന്നുള്ളത് ഇവിടെയാണ് ചോദിക്കുക കേട്ടോ. അടുത്തതാണ് അപ്രീസിയേഷൻ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും വന്നിട്ടിരിക്കും. അപ്രീസിയേഷൻ എന്ന് പറയാൻ നേരത്തെ സെയിം ചാപ്റ്ററിൽ തന്നെയാണ്, ഫ്രണ്ട്സ് റോമൻ കൺട്രിമെൻ എന്ന് ആ ഒരു ചാപ്റ്റർ തന്നെ വരുന്നതാണ് പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തതാണ് റിവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 7-6 മാർക്കിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന 2 ചാപ്റ്റേഴ്സ് ആണ്. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് അല്ലെങ്കിൽ ഇൻ ദ ആറ്റിക് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരും. അടുത്തതാണ് റൈറ്റപ്പിൽ നമുക്ക് ഫീനക്സ് റൈസസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നോ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അടുത്തത് നറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും നറേഷനും റൈറ്റപ്പും ഭയങ്കര കൺഫ്യൂഷനാണ് അല്ലേ. നറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നമ്മുടെ സ്റ്റോറി അതിന് നമ്മൾ കറക്റ്റ് ഓർഡറിൽ എഴുതുന്നതിനാണ് നറേഷൻ എന്ന് പറയുക. റൈറ്റപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞ് ഒരു പാരഗ്രാഫ് എഴുതി വെക്കുന്നതിനാണ്. കുഞ്ഞ് മീൻസ് അങ്ങനെയല്ല, ഒരു പാരഗ്രാഫ് അതുമായി റിലേറ്റ് ആയിട്ടുള്ള അത് നമ്മൾ എന്താ പറയുക ഓർഡർ ഇല്ലാണ്ട് എഴുതുന്നതിനാണ് റൈറ്റപ്പ്. കറക്റ്റ് ഓർഡറിലായിട്ട് നമ്മൾ എഴുതുന്നതിനാണ് നറേഷൻ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് വരുന്നത് ഫീനിക്സ് റൈസസ് എന്ന ചാപ്റ്ററിൽ നിന്നും ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ അല്ലെങ്കിൽ വെരി ഓൾഡ് മാൻ അല്ലെങ്കിൽ ഇൻ ദ ആറ്റിക്. അപ്പോൾ ഈ ഒരു 4 ചാപ്റ്ററിൽ നിന്നും വരാൻ നല്ല ചാൻസ് ഉണ്ട്. അടുത്തതാണ് ലെറ്റർ മെയിനായിട്ട് വരുന്നത് ഫീനിക്സ് റൈസസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നോ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്നോ അല്ലെങ്കിൽ ഇൻ ദ ആറ്റിക് നിന്നാണ് മെയിനായിട്ട് വരിക. ഇനിയാണ് ഇമെയിലും ഇതേ പറഞ്ഞിട്ടുള്ള ഈ 3 ചാപ്റ്റേഴ്സ് തന്നെയാണ്. ബട്ട് നമുക്ക് ഒന്നെങ്കിൽ ലെറ്റർ വരാം അല്ലെങ്കിൽ ഇമെയിൽ വരാം. ഇമെയിലിൽ ലെറ്റർ വെച്ച് നോക്കാൻ നേരത്ത് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അടുത്താണ് ക്യാരക്ടർ സ്കെച്ചിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയിട്ടുള്ള 2 ആൾക്കാരാണ് പെരായോ ആൻഡ് ഓഫീസർ. ഇവരുടെയാണ് ഒന്നും കൂടി കട്ടയ്ക്ക് നിൽക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ച് വെക്കേണ്ടത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡിസൺ ഡേഡിങ് സ്പിൽമാൻഡി ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം. അടുത്താണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ഒന്നില്ലെങ്കിൽ ജനറൽ ആയിട്ട് ഏതെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ഇൻസിഡന്റ് വരാൻ ചാൻസ് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആ ന്യൂസ് ആയിരിക്കും നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അടുത്തതാണ് അഡ്വർടൈസ്മെന്റ് സിംഗിൾസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് നമ്മുടെ എന്താ പറയുക ടെസ്റ്റ് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മിക്കവാറും വരാൻ ചാൻസ് ഉള്ള ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്നുള്ള ചാപ്റ്റർ ആയിരിക്കും. ആ ബോൾ ആൻഡ് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളിതിനെ നോർമൽ ഒരു അഡ്വർടൈസ്മെന്റ് നമ്മൾ സെന്റൻസ് ആക്കി എഴുതുക. അതായത് ഒരു റൈം പോലെ നമ്മൾ എഴുതി കൊടുക്കുന്നതിനാണ് പറയാം. അടുത്തതാണ് ഡയറി മെയിനായിട്ട് വരാൻ ചാൻസ് ഉള്ളത് സ്പിൽമാൻ്റെയോ ഓഫീസറിന്റെയോ ആൻഡ് പെരായുടെയോ ആണ് കേട്ടോ. അടുത്ത ഇവന്റ് ഇൻവിറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ടാവും, ഏതാണ് ഇവന്റ് എന്താണ് കാര്യം എന്നൊക്കെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാവും. ആ ഒരു ഫോർമാറ്റിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനിയാണ് ഗ്രാമർ. ആള് ജില്ലിയാണ്. എന്തൊക്കെ വരുന്നത് നോക്കാം. ഒന്നുകിൽ എഡിറ്റിംഗ് വരാം, അല്ലെങ്കിൽ ഫ്രേസൽ വെർബ്സ് എഴുതാൻ വരാം, പ്രൊപ്പോസിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വരാം, ഡയലോഗ് കംപ്ലീഷൻ. ഇതെനിക്ക് 100% തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ കോൺവെർസേഷൻ. ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് എന്തായാലും വരും. അടുത്താണ് വേർഡ് പെയർ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആയാലും വരും. വേർഡ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയറായിട്ട് നമുക്ക് എഴുതി കൊടുക്കുന്ന രീതിയിൽ. റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം, അതായത് നമ്മൾ ഷീ റിപ്ലൈഡ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അതാണ് ഇവിടെ വരിക. ഓക്കെ.